വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2025 ജനുവരി 2 തീയതി മുതൽ ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം തുടക്കം കുറിക്കുകയാണ്. 2025 ജനുവരി 14 തീയതിയാണ് ഉത്സവ സമാപന ദിവസം. ആ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക സമ്മേളനം അല്പസമയത്തിനുള്ളിൽ കുഞ്ഞയ്യപ്പ ക്ഷേത്ര സമിതിയിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉത്സവ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഈ വർഷം 38 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒരു റോഡിൻ്റെ ഉദ്ഘാടനവും മുൻ പഞ്ചായത്ത് മെമ്പർ CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ശ്രീ ശ്യാം കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത പരിപാടികളിലേക്ക് ഇവർക്കും സ്വാഗതം. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്ക് സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈ സാംസ്കാരിക സമ്മേളനത്തിലെ തത്സമയ ദൃശ്യത്തിലേക്ക് സ്വാഗതം. ക്ഷേത്ര ഉപദേശിക ക്ഷേത്ര പുനരുദ്ധാരണ സമിതി പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിക്കുന്ന യോഗം ശ്രീ ജി സുന്ദരേശൻ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ഉദ്ഘാടനം നിർവഹിക്കും. ഭദ്രദീപ പ്രകാശനം ശ്രീമതി ബി സന്ധ്യ IPS നിർവഹിക്കും. വിശിഷ്ട അതിഥിയായി സ്വാന്തനം ജാനകിയുടെ അഭിയുടെ വീട് എന്നീ TV പ്രേക്ഷകരുടെ സീരിയൽ താരം ഇന്ന് 2-ാം തീയതി ആരംഭിച്ച് ഈ മാസം 14-ാം തീയതി വരെ സംയുക്തമായി ആഘോഷിക്കപ്പെടുകയാണ്. ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യോഗം നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന കുമാരി ഗൗരി മംഗലത്ത്. यादोऽसिमेद्य सुचिरान्ननु देहभाजा न ज्ञायते भगवतो गतिरित्यवद्यम् नान्यत्वरस्ति भगवन्नपि तन्न शुद्धं मायागुण व्यतिकरात् यदुरुर्विभासि
रूपं यदे तदवबोध रसोदयेन शश्वन्निवृत्ततमस सदनुग्रहाय आदौ गृहीतमवतार शतैकबीजम् यं नाभिपद्मभवनात् अहमाविरासम् यं नाभिपद्मभवनात् अहमाविरासम्. സ്വാഗതം ആശംസിക്കാനായി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ ക്ഷണിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ സർ, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സുന്ദരേശൻ അവർ, ഈ സമ്മേളനത്തിന്റെ പത്രദീപം പ്രകാശനം ചെയ്യുന്ന ശ്രീമതി ബി സന്ധ്യ IPS അവർ, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ അതിൽ ഫണ്ട് അനുവദിക്കുകയും നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ഈ സംസ്കാര സമ്മേളനത്തിലെ വിശിഷ്ടാതിഥി ശ്രീമതി ദക്ഷരാജ്, ആശംസ അർപ്പിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി മിനി സുനിൽ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ശ്രീ ഹരി വി നായർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഉഷ ബോസ്, ശ്രീമതി ദേവി ബിന്ദു, CPM ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ജയകുമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഗഡ്ലസ് ശ്രീകുമാർ, ചടയമംഗലം CP ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ജി അജയൻ, ചടയമംഗലം മഹാദേവ ക്ഷേത്ര ഉദയസമിതി അധ്യക്ഷൻ ശ്രീ മഠത്തിൽ മോഹൻപിള്ള, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ശ്രീ കെ സൈനുരാജ്, ചടയമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീമതി ദീപ്തി PG, ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ മഞ്ജു എൽ, ക്ഷേത്രോത്സവത്തിന്റെ സെക്രട്ടറി. പ്രിയമുള്ള ഭക്തജനങ്ങളെ, മാതൃസംഘടനയുടെ പ്രവർത്തകരെ, ക്ഷേത്രോപദേശ സമിതി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി, അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റി, ഇതിന്റെ മറ്റ് ഭാരവാഹികളെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ്. എല്ലാ വർഷവും നമ്മുടെ കാത്തിരിപ്പിന്റെ ഒരു അവസാനമാണ് ചടയമംഗലം കുഞ്ഞമ്മ മകരവിളക്ക് മഹോത്സവം. നമ്മള് സത്യയുഗത്തിലും പ്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും യജ്ഞത്തിനും അതുപോലെ തന്നെ
ഹോമങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഈ കലിയുഗത്തില് ഏറ്റവും പ്രാധാന്യമുള്ള നാമജപത്തിനാണ്. ആ കലിയുഗപരിതനായിട്ടുള്ള ശ്രീ വിജയപുരക്ഷേത്ര അങ്കണത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ സംരക്ഷണത്തിനായി നമ്മൾ പലപ്പോഴും ഈശ്വര ധ്യാനം നിർവഹിക്കാറുണ്ട്. ഈശ്വരനെ ഭജിക്കുന്ന സമയത്ത് ഒരു സ്വാമി വ്രതമെടുക്കുന്ന സമയത്ത് സ്വയം ഭഗവാനായി മാറുകയും അവന്റെ അകമ്പൊരുൾ അവൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത്. നമ്മുടെ ശബരിമലയില് ചില ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ആ ക്ഷേത്ര ദർശനം സാധ്യമാകൂ ഉള്ളുവെങ്കിലും ഇവിടെ സംബന്ധിച്ചോളം 18-ാം പടിയിലൂടെ അല്ലാതെ എല്ലാവർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അതിൽ ജാതിഭേദമോ ലിംഗവ്യത്യാസമോ ഇല്ലാതെ എല്ലാവർക്കും ആരാധന നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്ര സംഗീതം കൂടിയാണ്. അത് കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ തരത്തിലുള്ള ഈ ക്ഷേത്ര സംഗീതത്തില് ഇന്ന് നടക്കുന്ന ഈ ഉത്സവ പരിപാടിയുടെ ആരംഭം കുറിക്കുക, അതുപോലെ തന്നെ നാളെ മുതൽ 7 ദിവസം നടക്കുന്ന സപ്താഹത്തിന്റെ ആരംഭവും അതുപോലെ മഹർവിളക്കിന്റെ ആരംഭം കുറിക്കുന്ന ഈ സുദിനത്തില് ഇവിടെ എത്തിച്ചെന്നുള്ള എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ള എന്റെ കടവിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ക്ഷേത്രോത്സവ സമിതിയുടെ അധ്യക്ഷനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ ഈ സംസ്കാര സമ്മേളനത്തിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ ജി സുന്ദരേശൻ അവർ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ഉത്സവ പരിപാടിയുടെ പദ്ധതി നിർവഹിക്കുന്ന ശ്രീമതി വി സന്ധ്യ IPS, അദ്ദേഹം റിട്ടയർഡ് DGP ആണ്. അദ്ദേഹത്തെയും ആ മാന്യ വ്യക്തിത്വത്തെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനത്തില് ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന റോഡിന്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് അത് നവീകരണം നടത്തി നടപ്പാതെ നിർമ്മിക്കാമെന്ന് ഏറ്റവും അദ്ദേഹം ഇന്ന് വാഗ്ദാനങ്ങൾ പലപ്പോഴും മറക്കുന്ന ഒരു കാലഘട്ടത്തില് ആ വാഗ്ദാനം ഓർത്തിരിക്കുകയും അടുത്ത ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കുകയും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഡിവിഷന്റെ മെമ്പറുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സാം കെടാനിനെ യോഗത്തിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിഥിയെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. എന്നും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ എത്തുന്നതാണ്. സീരിയലിലൂടെ നമ്മുടെ വീടുകളിൽ എത്തുന്ന ശ്രീമതി രക്ഷരാജിന് ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആശംസ അർപ്പിക്കുന്നതിന് എത്തിയിട്ടുള്ള ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി മിനി സുനിലിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ ഉണ്ണികൃഷ്ണപിള്ള അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ തൊട്ടടുത്ത വാർഡ് മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് ഉഷാ ബോസ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് തൊട്ടടുത്ത് വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി JV ബിന്ദു
ബിന്ദുവിനെ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തു. CPM ചടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ D. ജയകുമാർ അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ശ്രീ കട്ടത്ത് ശ്രീകുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CP ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി G. അജയൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ മഠത്തിൽ മോഹനപിള്ളയെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ സെക്രട്ടറി മഞ്ജുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നാളെ മുതൽ ആരംഭിക്കുന്ന യജ്ഞാചാര്യൻ വേശ്രീ പള്ളിക്കശ്രീ മണികണ്ഠൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശ്രീമാൻ സുരേഷ് ബാബു, പുനരുദ്ധാരണ സമിതി സെക്രട്ടറി സതീഷ്, പുനരുദ്ധാരണ സമിതി രക്ഷാധികാരി മുരളീധരൻപിള്ള, പുനരുദ്ധാരണ സമിതി വൈസ് പ്രസിഡന്റ് ബാബു തക്കട, സപ്താഹ സമിതി കൺവീനർ വിനോദ്, മറ്റ് ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈ യോഗത്തേക്ക് സ്വാഗതം ചെയ്തിട്ട് നിർത്തുന്നു. സ്വാമി ശരണമയ്യപ്പ. ബഹുമാന്യ ഭക്തജനങ്ങളെ, ഈ വേദിയിലെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ G. സുന്ദരേശൻ, ഈ വേദിയിലെ ഈ ഫംഗ്ഷൻ അതിഥേയ പ്രകാശനം ചെയ്യുന്ന ശ്രീമതി B. സന്ധി IPS, ഓണറബിൾ DGP റിട്ടയർഡ്, ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം റോഡ് നവീകരണ ഉദ്ഘാടനം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംഗ്യ ഡാനിയേൽ, ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥി പ്രശസ്ത സീരിയൽ താരം ശ്രീമതി രക്ഷാരാജ്, ഈ യോഗത്തിലെ ആശംസ പ്രസംഗം നടത്തുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ C. ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ഉഷാ ബോസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി JB ബിന്ദു, CPI ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ജയകുമാർ, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ കെട്ടളത്ത് ശ്രീകുമാർ, CPI ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ G. അജയൻ, BJPയുടെ ദേശീയ സമിതി അംഗം ശ്രീ K. ശിവദാസൻ, ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രോപദേശ പ്രസിഡന്റ് ശ്രീ മഠത്തിൽ മോഹൻപിള്ള, ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീമതി മഞ്ജുയൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ, ക്ഷേത്രോപദേശക സമിതിയുടെയും ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെയും മാതൃസമിതിയുടെയും ഭാരവാഹികളെ, സജീവ പ്രവർത്തകരെ, ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ഇന്ന് സമാരംഭിക്കുകയാണ്. ഈ ഉത്സവത്തിന്റെ പ്രാരംഭം എന്ന നിലയിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ സമാരാധ്യനായ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ G. സുന്ദരേശൻ അവർ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം. എന്നാൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോഗ നടപടികൾ തുടങ്ങുന്നതിന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാം തുടങ്ങിയത്.
ഈ വേദിയിൽ പദ്ധതിരൂപ പ്രകാശനം നടത്തുന്നത് സമാരാധ്യായ ഓണറബിൾ DGP ശ്രീമതി ബി സന്ധ്യ അവர்களാണ്. നീണ്ട 35 വർഷം കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സമഗ്രമായ ഭരണം നടത്തിയ ഒരു ബുദ്ധിജീവി ആയിരുന്ന, ഇപ്പോഴും വളരെ ഭംഗിയായി വിവിധ വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ പഠനം നടത്തുകയും സംസാരിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സമൂഹത്തെ ആകമാനം വഴിത്തിരിവ് നടത്തുന്നതിനുള്ള കർമ്മശേഷിയുള്ള സമാരാധ്യായ പോലീസ് ഓഫീസറാണ് ആയിരുന്നു ശ്രീമതി ബി സന്ധ്യ. എല്ലാ രംഗത്തും ക്രിമിനൽ ജസ്റ്റിസില് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമഗ്രമായ പരിഷ്കാരം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവഗാഢമായി ലേഖനങ്ങൾ എഴുതുകയും ആവശ്യമുള്ള വേദികളിലൊക്കെ തന്നെ യാതൊരു അർപ്പമില്ലാതെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ശ്രീമതി ബി സന്ധ്യ എന്നുള്ളത് നാം ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ പോലീസ് വേഷം മാത്രമല്ല, സാഹിത്യ രംഗത്ത് കാര്യമായ സാഹിത്യ രചനയും സൃഷ്ടിയും നടത്തിയിട്ടുള്ള നമ്മുടെ ബി സന്ധ്യ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ശ്രീമതി സന്ധ്യ നടത്തിയ സാഹിത്യ സൃഷ്ടികളിലും ഔദ്യോഗിക പ്രൊഫഷണൽ ബുക്സിന്റെ ഒക്കെ കാര്യങ്ങളിലൊക്കെ തന്നെ 2-3 സൂചനകൾ മാത്രം ഞാൻ ഈ വേദിയിൽ പറഞ്ഞുകൊള്ളട്ടെ. ജെൻഡർ ഇക്വാളിറ്റി ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഓഫ് ഇന്ത്യ, വിമൻ പവർ, സ്ത്രീശക്തി എന്നിവ പ്രമുഖ പ്രൊഫഷണൽ ഗ്രന്ഥങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ കവിതയാണ് ശക്തിസീത. ഇതിഹാസത്തിന്റെ ഇതളുകൾ സന്ധ്യ മാഡം എഴുതിയ നോവലാണ്. കുട്ടികൾക്ക് വേണ്ടി കവിതാ സമാഹാരം എഴുതുകയുണ്ടായി. അതിന്റെ പേര് താരാട്ടെന്നാണ്. 2013 കുഞ്ഞുണ്ണി പുരസ്കാരം നേടിയ എത്ര നല്ല അമ്മു എന്നത് ശ്രദ്ധിക്കപ്പെട്ട മാഡത്തിന്റെ സാഹിത്യ സൃഷ്ടിയാണ്. പ്രതിഭാശാലിയായ പോലീസ് ഓഫീസറായിരുന്നു. പോലീസ് വകുപ്പിന്റെ പരിഷ്കരണം, സാമൂഹ്യനീതി, സ്ത്രീ സുരക്ഷ എന്നിവയെ മുന്നിൽ കണ്ടുകൊണ്ട് ഭരണം നടത്തി എന്നുള്ളതാണ് ശ്രീമതി സന്ധ്യ മാഡത്തിനെ കുറിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നാം കേട്ടറിഞ്ഞിട്ടുള്ള സവിശേഷതകൾ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്ഷേത്ര സന്നിധിയിൽ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സാംസ്കാരിക സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. ശബരിമലയുടെ രൂപവും ഭാവവുമുള്ള ക്ഷേത്രമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം. ശബരിമലയിൽ പോയി പടി ചവിട്ടുന്നതിന് പകരം വൃദ്ധജനങ്ങളും കുട്ടികളും പതിവായി ഈ ക്ഷേത്ര സന്നിധിയിലെത്തി ഇരുമുടിക്കെട്ടുമായി പടി ചവിട്ടുന്നു, വ്രതം നിന്ന് പടി ചവിട്ടുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മഹത്വമായി നാം കാണുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്ര സത്യങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജഡായുപ്പാറയുമായി നിലനിൽക്കുന്ന ജഡായുമംഗലം എന്ന ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം. ഈ നാട്ടിൽ നിന്നും മാറി സ്ഥിരമായി അന്യനാടുകളിൽ താമസിക്കുന്നവരും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുമൊക്കെ ഈ ഉത്സവ സമയത്ത് നമ്മുടെ നാട്ടിലെത്തി ജാതി മത ചിന്തകൾക്ക് അതീതമായി മകരവിളവ് മഹോത്സവത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ശബരിമലയിൽ എന്ന പോലെ പടി ചവിട്ടുന്നതും അതോടൊപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്രയും പമ്പസദ്യയും പന്തവിളക്കും ഒക്കെ ഈ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയുവാനുള്ളത്, ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ അവസരത്തില് എല്ലാ ഭക്തജനങ്ങളും ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപൃതരാകണമെന്ന് ഈ അവസരത്തില് ഞാൻ പറയുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായത് തന്നെയാണ് ഈശ്വരചിന്തയും ക്ഷേത്രവും ക്ഷേത്രോത്സവങ്ങളും. നമ്മുടെ മതചിന്തകൾക്ക് അതീതമായി ആത്മീയമായുള്ള എല്ലാ ഉല്ലാസങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് ക്ഷേത്രോത്സവങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ശില്പശാലകളായി നമ്മുടെ പൂർവികർ കണ്ടിട്ടുള്ളത്. ഈ ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെയും മകരവിളക്ക് മഹോത്സവം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സാംസ്കാരിക സമ്മേളനം പദ്ധതിനിയമ പ്രകാശനം നടത്തി ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നതിനായി ഓണറബിൾ റിട്ടയർഡ് DGP ശ്രീമതി വി സന്ധ്യ IPS അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സൈഡിലോട്ടിക്കണേ. ഫോട്ടോ സ്വാമിയെ ശരണമയ്യപ്പ. യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ K. രാധാകൃഷ്ണപിള്ള, വേദിയിലുള്ള അഡ്വക്കേറ്റ് സാം K. ഡാനിയൽ, ബഹുമാനപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രക്ഷര, ശ്രീമതി മിനി സുനിൽ, ശ്രീ ഹരിവി നായർ, ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ഉഷ ബോസ്, ശ്രീമതി JV ബിന്ദു, ശ്രീ ജയകുമാർ, ശ്രീ G. അജയൻ, ശ്രീ K. ശിവദാസൻ, ശ്രീ മഠത്തിൽ മോഹനപിള്ള, ശ്രീ K. സൈലുരാജ്, ശ്രീമതി ദീപ്തി, ശ്രീമതി മഞ്ജു L. വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 2025 എൻ്റെ ആദ്യത്തെ പൊതുപരിപാടിയാണിത്. ഈ മനോഹരമായ ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ എത്തി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
നമുക്കെല്ലാവർക്കും ഈ വർഷം ഏറ്റവും ധന്യമായ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വർഷത്തിൻ്റെ തുടക്കം അത് ഏറ്റവും ഗംഭീരമാകണം. അന്നൊരുപാട് പ്രതിജ്ഞകൾ എടുക്കണം. മകര വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുന്നതിന് തുടങ്ങുന്ന ഏതാണ്ട് ജനുവരി 14 ദിവസങ്ങളിൽ എത്തുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആകമാനം ഒരു വികാരം തന്നെയാണ്. അപ്പോൾ കുഞ്ഞ് അയ്യപ്പ ക്ഷേത്രം ശബരിമലയുടെ ഏതാണ്ട് മാതൃകയിൽ തന്നെ എല്ലാ ചടങ്ങുകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്നറിയുന്നു. ഇവിടെ എത്തിച്ചേരാനും ഭഗവാന്റെ സന്നിധിയിൽ പോയി തൊഴാനായതും എൻ്റെ ഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഇവിടെ ഭക്തജനങ്ങൾ ഏതാണ്ട് 90% സ്ത്രീകളാണെന്ന്. സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സ്ത്രീകൾക്കാണ് ഇവിടെ കൂടുതൽ ഉത്സാഹം കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനൊരു കവി സമ്മേളനത്തിൽ പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കവി ചൊല്ലിയൊരു കവിത, അതിൻ്റെ വരികളൊക്കെ തമിഴായതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ സാരം പറയാം. അപ്പോൾ ഒരു ദിവസം അച്ഛൻ മകൾക്ക് ഈ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. രാവിലെ മടിയിലിരുത്തി അങ്ങനെ പറഞ്ഞ് കൊടുത്ത് ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞ് അവരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛ ഈ പ്രവാചകന്മാരിൽ ഒരാൾ പോലും സ്ത്രീ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എല്ലാം പുരുഷന്മാരാണല്ലോ. അപ്പോ അച്ഛനൊന്ന് കുഴഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ അച്ഛൻ ഒരു മറുപടി പറയുകയാണ്, അത് മോളെ, എല്ലാ സ്ത്രീകളും ഈ പ്രവാചകന്മാരെ സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ അവരെ കാണാത്തത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ച് അവരെ ആ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന സ്ത്രീകൾ, അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരു നാടിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ കൂടുതൽ സ്ത്രീകളെ കാണുന്നതിൽ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്നാണ്. പുരുഷന് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ ആള് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. പക്ഷെ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്നാണ്. അപ്പൊ കുടുംബത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം സ്ത്രീയാണ്. ആ സ്ത്രീകൾ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എത്തി നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം തന്നെ ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. അയ്യപ്പ സ്വാമിയുടെ ചരിത്രം നമ്മൾ എന്നും സ്മരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഒരു ബാലന് പുലിയുടെ പാല് കൊണ്ടുവരാനായിട്ട് പോകാനായിട്ടൊരു പേടിയും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ബാലന് ഒരേ ഒരു ഫോക്കസേ ഉള്ളൂ. ആ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ വയറ്റുവേദന മാറാൻ വേണ്ടി പുലിയുടെ പാല് കരസ്ഥമാക്കുക. അതിലെന്താണ് തടസ്സം എന്ന് ആ ബാലൻ ചിന്തിക്കുന്നതേ ഇല്ല. അപ്പൊ പേടിയില്ലാതെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ എങ്ങനെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് എന്ന് അമ്മമാരിപ്പോ വളരെയധികം ബുദ്ധിമുട്ട് കാണും. എന്താണ് കാരണം? കുട്ടികളുടെ എല്ലാം കയ്യിൽ 2 വയസ്സാവുന്ന അതിന് മുമ്പ് തന്നെ മൊബൈലാണ്.
6 വയസ്സ് പ്രായമായ കുഞ്ഞ് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മൊബൈൽ നോക്കും. അവർക്ക് വേറൊന്നും അറിയില്ലെങ്കിലും ഇതിലാണ് ശ്രദ്ധ. അപ്പൊ അങ്ങനെ അധികം ഒരു സൈബോർഗായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് മാത്രമാണ് എവിടെ നോക്കിയാലും നമുക്ക് കേൾക്കാനുള്ളത്. അപ്പോൾ മനുഷ്യൻ ഈ നൂറ്റാണ്ടിന്റെ പകുതിയാകുമ്പോഴേക്കും പരിപൂർണമായും ഒരു സൈബോർഗായി മാറുമെന്നാണ് പറയുന്നത്. അതായത് ഒരു യന്ത്ര മനുഷ്യനും മനുഷ്യ ശരീരവും മനുഷ്യന്റെ ബുദ്ധിയും ഒക്കെ കൂടിച്ചേർന്ന ഒരാളായിട്ട് മാറുന്നത്. ഇപ്പൊ തന്നെ പകുതി യന്ത്ര മനുഷ്യനാണല്ലേ. പലരുടെയും ഹൃദയത്തിൽ സ്റ്റെന്റ് ഉണ്ട്. അപ്പോൾ പലർക്ക് ഡയാലിസിസിന് പോകണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ തന്നെ മനുഷ്യൻ കുറെയൊക്കെ യന്ത്ര മനുഷ്യനാണ്, അല്ല എന്ന് പറയാൻ പറ്റുകയില്ല. അതിന്റെ കൂടി നമ്മുടെ ബുദ്ധിയിൽ കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കയറി മേയാനായിട്ടുള്ള അവസരം അധികം താമസിയാതെ എത്തിച്ചേരും. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ വ്യതിയാനം, ഇനി വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അതൊക്കെയും മനുഷ്യൻ ഒരു സൈബോർഗായി മാറുന്നതിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത്. പഴയ കാലത്തൊക്കെ നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖം നിറഞ്ഞ ജീവിത കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ജീവിത കഥ അത് കുറിച്ച് വെക്കുക. കവിതയാവട്ടെ, കഥയാവട്ടെ. അടുത്ത കാലത്ത് ദിവംഗതനായ നമ്മുടെ ഏറ്റവും പ്രിയമുള്ള സാഹിത്യകാരൻ NT വാസുദേവൻ നായരുടെ കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിന്റെ ഉപാസകരാണ് അദ്ദേഹത്തിന്റെ നായകന്മാർ മിക്കവരും. അതില് ധൈര്യമുള്ളവരുണ്ടാകാം, എന്നാൽ സേതുവിനിഷ്ടം സേതുവിനെ മാത്രം എന്ന് പറയുന്നത് പോലെയുള്ള നായകന്മാരുമുണ്ട്. ആരെ നോക്കിയാലും പരാജിതരായ ദുഃഖത്തെ ഉപാസിക്കുന്ന നായകന്മാരെ അതിലൊക്കെ കാണും. അതുകൂടാതെ പ്രതിനായകന്മാരും നായകന്മാരായി മാറുന്ന ഒരു കാഴ്ചയും അതിലൊക്കെ കാണാം. അങ്ങനെ പ്രതിനായകന്മാരെ നായകനാക്കി മാറ്റുമ്പോഴും അവിടെയൊക്കെ പലതും നഷ്ടപ്പെട്ട, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി ലോകമാകെ പ്രതിനായക സ്ഥാനത്ത് നിർത്തുന്ന ആളുകളെ നായകനാക്കുന്നതിലൂടെ വീണ്ടും ഏതാണ്ട് ദുഃഖത്തിന്റെ ഉപാസന തന്നെയാണ് NT നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സംസ്കാരം എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ ശാന്തി, സുഖം ഇതൊക്കെ എപ്പോഴും അനുഭവിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മുടെ സനാതന മൂല്യം. ഓം ശാന്തി 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 എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിന്റെ പാദം മുതൽ ശിരസ് വരെയും റിലാക്സ് ചെയ്ത് ശാന്തിയും സമാധാനവും അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ള ഏത് അധർമ്മം കണ്ടാലും അതിനെതിരെ ധർമ്മത്തിന്റെ പോരാട്ടം നയിക്കുവാനായി ഒരു പേടിയുമില്ലാതെ ശക്തമായി മുന്നോട്ട് പോകുവാൻ കഴിവുള്ള, കളരി പാരമ്പര്യം ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട്. അപ്പൊ ആ പാരമ്പര്യം, അതാണ് നമ്മുടെ സംസ്കാരം എന്നിരിക്കെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ ദുഃഖത്തിന്റെയും വേദനകളുടെയും ഒക്കെ ഉപാസകരാക്കി അടുത്ത വർഷങ്ങളിൽ, സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം മുതൽ ഇന്ന് ഈ ബീറ്റ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന ഇന്നുവരെയും ധാരാളം ഉണ്ട്. ഇന്ന് നമുക്ക് ഒരുവിധം അറിവുള്ള കാര്യമാണ് ജീവിതം തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതാണ്.
അപ്പൊ അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാംസ്കാരികമായ ഉയർച്ച അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിന് സഹായിക്കുന്നത് നമുക്ക് ഉള്ള സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനമാണ്. കവിത ചൊല്ലുമ്പോൾ, കഥ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ അഭ്യാസമുറകളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നാം നമ്മെ തന്നെ പരിപോഷിപ്പിക്കുന്നു. അതിലൂടെ സന്തോഷം സ്വായത്തമാകുന്നു. അപ്പൊ അത്തരം സന്തോഷം നിലനിൽക്കുന്ന ഇടങ്ങളായിട്ട് ഒരു നാട് മാറണമെങ്കിൽ ആ നാട്ടിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണരണം. നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ തന്നെയാണ് അവിടുത്തെ ആരാധനാലയങ്ങൾ. ജാതി മത ഭേദമന്യേ നമ്മുടെ ആരാധനാലയങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഏറ്റവും കരുത്തുറ്റതായി മാറുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അവിടെ സാംസ്കാരികമായി ഉന്നതിയുള്ള കാര്യങ്ങൾ നടക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ 6 മാസമാകുമ്പോൾ മുതൽ ഫോക്കസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ് എങ്കിൽ അതിനൊക്കെ അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധതയാണ്. നമ്മുടെ അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും സാംസ്കാരിക പ്രബുദ്ധതയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയായി കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അച്ഛനും അമ്മയല്ല, അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്. അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥയിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുമ്പോൾ, നമ്മുടെ കവിതകളും കഥകളും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ അവിടെയാണ് ഒരു സന്തോഷമുള്ള ജീവിതത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. അപ്പൊ അതിനൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ വീട്ടിലുണ്ടാവണം. പക്ഷെ ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും വൃദ്ധസദനങ്ങൾ, ചിലയിടത്തൊക്കെ ആ പേരുള്ളൂ കേട്ടോ, വൃദ്ധസദനങ്ങളല്ല, അതിന് പകരം റിട്ടയർമെന്റ് ഹോം, അങ്ങനെ ഒരുപാട് പേരുകളിലാണ്. ഇപ്പോ റെറായിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അവിടെ വരുന്ന ചില ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വരുന്ന ചില പ്രോജക്റ്റുകൾ നോക്കിയാൽ അറിയാം. അവിടെ വയസ്സായ ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ എല്ലാം ഉദ്ദേശം. അതിന് ഇനി കൂടുതൽ പ്രാധാന്യം വരും. അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇത്തരം പ്രോജക്റ്റുകളുമായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രായമായവരെല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്നും പുറത്ത് മറ്റെവിടെയൊക്കെയോ പോയി ജീവിക്കുക എന്നുള്ളതാണ്. പ്രായമായ ആളുകൾ ആരും വീട്ടിലില്ലാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ കുട്ടികളുടെ സാംസ്കാരിക ലോകം വളരെ ചുരുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഒരുപാട് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. എല്ലാവരും അവനവന്റെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുവാൻ ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വതന്ത്രമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത വിധത്തിൽ ഒരുമിച്ച് താമസിക്കുവാനുള്ള മാനസികമായ ആരോഗ്യം ഉണ്ടാവണം. അത് ചെറുപ്പക്കാർക്കും ഉണ്ടാവണം, പ്രായമുള്ളവർക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ കൂടുതൽ വൃദ്ധ സദനങ്ങളുടെ നിർമ്മിതിയിലേക്ക് പോകാതെ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ സാംസ്കാരികമായ ഔന്നത്യം പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോ പ്രായമായവർക്ക് പഴയതുപോലെയല്ല. പണ്ടൊക്കെ ഈ എൻ്റെ ഒരു ട്രെയിനിങ് SP അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അവരൊക്കെ ഒരു തലമുറ ഇവിടെ പുറകോട്ടുള്ളവരാണല്ലോ.
അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ റിട്ടയർ ചെയ്യുന്ന ആളുകളെ ഫെലിസിറ്റേറ്റ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്ത് ഒരു ബൊക്കെയൊക്കെ കൊടുത്ത് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്, അദ്ദേഹമൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത്, അപ്പം ഒരുപക്ഷെ 45-50 വർഷം മുമ്പുള്ള കാലത്തെ കഥയായിരിക്കാം. അപ്പൊ ഈ 60 വയസ്സാകുന്ന ആളുകൾ അവരെ സ്റ്റേജിലേക്കൊന്നും ആരും വിളിക്കുന്നില്ല, നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാലും ആകെ പ്രായമായി നാളെയോ മറ്റന്നാളോ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരെയാണ് ഈ 60 വയസ്സ് ആകാൻ പോകുന്ന മനുഷ്യനെ കാണുന്നത്. അപ്പൊ അവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു, കൊടുക്കുന്നവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു. അത്തരം ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞു. ഒരാള് പെൻഷനാവുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോന്നലായിരുന്നു. ഇപ്പൊ 60 വയസ്സായ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ 60 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് വിചാരിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് നമ്മുടെ നാട് വളരെയധികം പുരോഗമിച്ചു. നമ്മുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായി. നമ്മുടെ ആയുസ് വളരെയധികം കൂടി. അതുകൊണ്ട് തന്നെ 60 വയസ്സൊന്നും ഒട്ടും ഒരു വയസ്സല്ല. അപ്പൊ ഇത്രയും വലിയ ഒരു ജീവിത ദൈർഘ്യം എന്തിനാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്? മനുഷ്യന് മാത്രമാണ് ഒരു ബോധം എന്ന് പറയുന്ന സംഗതി ഉള്ളത്, അല്ലെ? വളർത്തുമൃഗങ്ങളെയൊക്കെ നമ്മൾ എത്ര ഓമനിച്ച് വളർത്തിയാലും നമുക്കറിയാം അവർക്ക് സ്നേഹമുണ്ട് എങ്കിലും ഒരു ബോധമണ്ഡലം ഇല്ല. അപ്പൊ അവരെ ഓമനിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അവരോട് സംവദിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതൊക്കെയാണെങ്കിലും കോൺഷ്യസ്നസ് അഥവാ ബോധമണ്ഡലം എന്ന് പറയുന്നത് ആർക്കാണുള്ളത്? മനുഷ്യന് മാത്രമാണുള്ളത്. അപ്പൊ ആ ബോധമണ്ഡലം വികസിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ തലമുറയെ, കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുന്നതിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കുവാനുള്ളത് കൊണ്ടാണ് മനുഷ്യന് ഇത്രയധികം ആയുസ് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പക്ഷികളൊക്കെ 1-2 തവണ മുട്ടയിട്ടു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവരെ വളർത്തി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നശിച്ചു പോവുകയാണ്. ഒരുപക്ഷെ ആമ തുടങ്ങിയ ചില ജീവികൾക്ക് മാത്രമാണ് 100-100 വർഷം ആയുസുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ജീവി മക്കളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടേ പറയാൻ ഉണ്ടെന്ന്. വളരെ ചുരുക്കം ഞാൻ എൻ്റെ വലിയമ്മയുടെ വീട്ടിലെ ഈ പൂച്ചയെ കണ്ടിട്ടുണ്ട്. മക്കളെയും സ്നേഹത്തോട് കൂടി നോക്കുന്ന പൂച്ചകളെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വേറെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അവർക്ക് അത്തരം ബോധമില്ല. അത്തരം ഒരു ബോധ മണ്ഡലം എന്ന് പറയുന്നത് മറ്റൊരു ജീവികൾക്കുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് 60 വയസ്സിലേറെയൊക്കെ ആയുസ്, 80-90-100 വയസ്സ് വരെ ആയുസ് കിട്ടിയിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയെ നേർവഴിക്ക് നടത്തുക എന്നതിന് വേണ്ടിയിട്ട് ഉള്ള മനുഷ്യനിൽ മാത്രം ഉള്ള ആ ജീനിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം ആ ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം അടുത്ത തലമുറയ്ക്ക് നമ്മുടെ സാംസ്കാരികമായ അംശം പകർന്നു നൽകുന്നതിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന് മാത്രമാണ് ഇമാതിരി ബോധമണ്ഡലമുള്ളതും ഇമാതിരി ആയുസ്സുള്ളതും ഇമാതിരി മക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനുള്ള അവസരമുള്ളതും. അപ്പൊ ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് ആരാണ് അമ്മൂമ്മ അപ്പൂപ്പനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളില്ലാത്തതുകൊണ്ട് അവരുടെ മറ്റ് കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ആളുകൾ, അവര് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ജീവിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അമ്മൂമ്മ അപ്പൂപ്പനും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്നത്.
അപ്പൊ അങ്ങനെ അല്ല വേണ്ടത്. അപ്പൊ നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യത്തിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോഴാണെങ്കിൽ അമ്പലത്തിലൊക്കെ ഇവിടെയാണെങ്കിലും ഉടനെ തന്നെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് കഥകൾ കേൾക്കും, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ആചാര്യൻ പറഞ്ഞ് കൊടുക്കും. അപ്പൊ ചില ആചാര്യന്മാര് ഈ അമ്പലത്തിൽ അവർ വളരെയധികം ഒരു സാധന പോലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ കുറച്ചു നാൾ മുമ്പ് എന്നോടൊരു ആചാര്യൻ പറഞ്ഞതാണ്, ഇതൊക്കെയാണെങ്കിലും മാഡം ഒരു കാര്യമുണ്ട്, ഈ അതിനോടനുബന്ധിച്ച് ഉള്ള ഈ ഉച്ചയ്ക്കുള്ള ആഹാരം അല്ലെങ്കിൽ വൈകിട്ടുള്ള ആഹാരം വിളമ്പുന്ന സമയത്ത് മാത്രമാണ് ബാക്കിയുള്ള സമയത്ത് ഇത് കേൾക്കാനായിട്ട് ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വ്രതമൊക്കെ നോറ്റ് വെളുപ്പിന് 2:30 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് അവനവൻ അറിയുക വേണം, വേണ്ടേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ പ്രായമായാലും നമ്മൾ ശ്രമിക്കണം. അപ്പൊ 50-60 വയസ്സായി, അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് വിചാരിക്കാൻ യാതൊരു തരവുമില്ല. കിട്ടുന്ന ഓരോ അവസരവും എന്തൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്നു അതൊക്കെ സ്വായത്തമാക്കാൻ ഒരുപാട് കവിതകളൊക്കെ ആണെങ്കിൽ ചൊല്ലി പഠിക്കാൻ ഒക്കെ പ്രായമായവർക്ക് സാധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൻസൺസ് രോഗം പോലെയുള്ള രോഗങ്ങൾ വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ നമ്മുടെ ബുദ്ധിശക്തിയെ ഉപയോഗിക്കാന് ചെത്തിമിരിക്കാനുള്ള അവസരമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇത്തരം രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഒരു അവസരവും കളയാതെ തീർച്ചയായിട്ടും പ്രായമായവരും പുതിയത് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാനായി ശ്രദ്ധിക്കണം. അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സാംസ്കാരികമായ പൈതൃകം, നമ്മുടെ നാട്ടില് നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള പൈതൃകം, അതുപോലെ നമ്മൾ ചെത്തിമിരുക്കി പുതിയ തലമുറ കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് സാംസ്കാരികമായ ഭാഗങ്ങളുണ്ട്, ഇല്ലേ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രായം പറഞ്ഞ പിള്ളേരൊക്കെ കൊറിയൻ പാട്ടാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? കൊറിയൻ ഡാൻസോ ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയാണ് അമ്മമാരൊട്ടും പഠിക്കരുത്. അത് എന്താണ് കൊറിയൻ ലാംഗ്വേജ് ചില പിള്ളേരൊക്കെ പഠിക്കുകയാണ്. നമ്മുടെ വീട്ടില് ഒക്കെയുള്ള കൊച്ചു കുട്ടികൾ നോക്കിയപ്പോൾ തന്നെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണ്. അതുപോലെ പിള്ളേർ എന്താ അത് കൊറിയൻ ലാംഗ്വേജാണ്, അതെന്താ? അതെ, അത് നമുക്ക് വലിയ ആരാധനയാണ്. അവിടുത്തെ ചില പോപ്പ് സോങ്ങുകാരുള്ള ആരാധന കൊണ്ട് ആ ഭാഷ പഠിക്കുകയാണ്. അപ്പൊ ആ ഭാഷ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോ, അതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും അവരതിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ, നമ്മുടെ പൈതൃകം, അതിനൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷയിലുള്ള നന്മകളെ കുട്ടികൾക്ക് രുചിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ കഴിയണം. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛനമ്മമാർക്കും ഒക്കെ അതുകൂടെ കഴിയണം. അവരുടെ ഒപ്പം കൂടാനായിട്ട് മറ്റേത് പഠിച്ചു. എങ്കിലും ഒരു ഭാഷ മരിക്കുമ്പോൾ മരിക്കുന്ന ഒരു സംസ്കാരമാണ്, അത് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃഭാഷ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ കെടാതെ സൂക്ഷിക്കണം. നമുക്ക് എത്ര സാംസ്കാരികമായ വിശാല മനസ്കത ഉണ്ടാകുന്നതും നല്ലതാണ്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അത് ആകാശത്തിന്റെ ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ, കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ആകാശത്ത് എത്രയോ നക്ഷത്രങ്ങളുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ വാരി വിതറി അവിടെ എല്ലാം തിളക്കം കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ വളരെ വളരെ നല്ല കാര്യമാണ്. ഏത് സംസ്കാരത്തെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടൊക്കെ നമ്മുടെ ആകാശം കൂടുതൽ മനോഹരമാകുന്നതേ ഉള്ളൂ.
പക്ഷേ സ്വന്തം ഭാഷയും സംസ്കാരവുമാകുന്ന അമ്പിളി തിളങ്ങാത്ത ആകാശമായി മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്താധാരയിൽ, നമ്മുടെ ബോധമണ്ഡലത്തിലൊക്കെ നമ്മുടെ സാംസ്കാരിക തനിമ, നമ്മുടെ ഭാഷയുടെ തിളക്കം അതിനൊരു കുറവും വരാത്ത വിധത്തിലായിരിക്കണം മറ്റുള്ളവയെ എല്ലാം ഉൾക്കൊള്ളുവാൻ. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ മനോമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് മറ്റു നക്ഷത്രങ്ങൾക്കും അവിടെ തിളങ്ങുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് അവിടെ പൂർണ്ണത വരുന്നത്. അവിടെയാണ് നാം നമ്മുടെ ബോധമണ്ഡലം പരിപൂർണമായി വികസിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, അതിലൂടെ ഈ ലോകത്ത് സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ പരക്കുന്നത്. അപ്പൊ അതിന് സാധിക്കുവാൻ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ അത്തരമൊരു സാംസ്കാരിക സുഗന്ധം പരക്കുവാൻ ഇടയാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാനുള്ളത്. അപ്പൊ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ഈ കുഞ്ഞുങ്ങളും ചെയ്യും. അത് എനിക്കൊരു വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയും. ഒരു ദിവസം എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ഒരു കുട്ടി പോയിട്ട് അച്ഛനോട് പറയാണ്, അച്ഛ ഇപ്പോൾ തന്നെ നമുക്ക് അമ്മ ചേച്ചിയെ പഠിപ്പിക്കുന്ന റൂമിലേക്ക് പോയാൽ അമ്മ ചേച്ചിയുടെ മേൽ ചെയ്യാൻ പോകുന്ന ഒരു വലിയ അപരാധം ഒഴിവാക്കാൻ സാധിക്കും. ഒരു കൊച്ചുകുട്ടി പറയണം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അച്ഛൻ ഞെട്ടിപ്പോയി. അപ്പൊ എന്താ മോളെ പറയുന്നേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴത്തേന് അമ്മൂമ്മ ഒറ്റ ചിരി. അത് ഞാൻ കാണുന്ന ഒരു സീരിയലുണ്ട്, അവൾ എന്റെ കൂടെ കാണും. അതിലെ സംസാരം ഏതോ പുരാണ സീരിയലാണ്. അപ്പൊ അതിലെ സംസാരം കടമെടുത്തിട്ട് പറയാണ്, അത് അസംഭവ്യമാക്കാം. അമ്മ ചേച്ചിയെ ഉപദ്രവിക്കുന്നത് അസംഭവ്യമാക്കാം. ഇതാണ് ഉപയോഗിച്ച ഭാഷ. അപ്പോ രക്ഷതാരം ചിരിക്കുന്നുണ്ട്. അപ്പൊ സീരിയൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങൾ അത് കാണുന്നുണ്ടെങ്കിൽ. അപ്പൊ അത് അസംഭവ്യമാക്കാമെന്ന് കേട്ടാണ് അച്ഛൻ ഞെട്ടിത്തെറിച്ചത്. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരു ഞെട്ടലുമില്ല. അമ്മൂമ്മയ്ക്ക് എപ്പോഴേ പിടികിട്ടി. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പം അതും കഴിഞ്ഞു. ഇപ്പം അതെല്ലാം വിട്ടിട്ട് കുട്ടികള് പരിപൂർണമായിട്ട് മൊബൈലിലേക്കും ഈ കൊറിയൻ ഭാഷയിലൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ എന്തെങ്കിലും കൺട്രോൾ വരുത്തണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മള് സാംസ്കാരികമായ ഉന്നമനം നമുക്കുണ്ടാകുമ്പോൾ അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലേ? കുഞ്ഞുങ്ങളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനും കൂടെ നമുക്ക് സാധിക്കണം. എൻ്റെ മോള് അവള് നല്ല ഇപ്പം വളർന്ന് ഒക്കെ കഴിഞ്ഞിട്ടും അവള് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ അടുത്ത ദിവസം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവള് പറയാണ്, അപ്പൂപ്പ ആ കള്ളന്റെ കഥ ഒന്ന് പറയണേ. അപ്പൊ പ്രായമായി വലിയ ആളായാലും അവർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ പഴയ ആ കേട്ട കഥ അതാണ് അവരുടെ മനസ്സിൽ പതിയുന്നത്, എത്ര വലുതായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയുടെ വളർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുവാനായി ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞയ്യപ്പ സ്വാമിയുടെ ഭക്തരായ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എനിക്ക് സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മെ അഭിസംബോധന സംസാരിക്കുന്നത് അടൂർ സാംഖ്യ ഡാനിയലാണ്. അദ്ദേഹത്തോട് അഗാധമായ കടപ്പാട് ഈ ക്ഷേത്ര കമ്മിറ്റിയുണ്ട്. കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേ വർഷം
ഇവിടുത്തെ സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ റോഡിന്റെ വികസനം സാക്ഷാത്കരിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ചടയമംഗലം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള ഈ റോഡ് ഒരു രാജവീതിയാക്കി മാറ്റുന്നതിന് തീരുമാനമെടുത്ത ജനകീയ നേതാവ് സമാരാധ്യനായ ശ്രീ സാം കെ ഡാനിയൽ അവർക്ക് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. 1-2 രൂപയല്ല, 38 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തി ജനങ്ങൾക്ക് വേണ്ടി ഈ റോഡിനെ ഒരു രാജവീതിയാക്കി പൂർത്തീകരിച്ച് സമർപ്പിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം റോഡ് നവീകരണം നടത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളട്ടെ. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ പ്രസിഡന്റ്, നമ്മുടെ നാടിനൊപ്പം സഞ്ചരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ കെ രാധാകൃഷ്ണപിള്ള, ഇവിടെ ഈശ്വര പ്രാർത്ഥന കുമാരി ഗൗരി മംഗലത്ത് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ, ഇവിടെ ഭദ്രദീപ പ്രകാശനം നടത്തിക്കൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് വളരെ അവിസ്മരണീയമായ ഒരു പ്രസംഗം നടത്തി കേരളത്തിലെ ശ്രദ്ധേയയായ മുൻ പോലീസ് മേധാവിയും കലയെയും സാഹിത്യത്തെയും തന്റെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം എക്കാലവും സ്നേഹിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏറെ പ്രിയങ്കരിയായ ശ്രീമതി ബി സന്ധ്യ APS വേദിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിരവധി സീരിയലിലൂടെ ജനഹൃദയം ആകർഷിച്ച ശ്രീമതി രക്ഷാരാജ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സി ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ഉഷാ ബോസ്, ശ്രീമതി JV ബിന്ദു, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ശ്രീ കെട്ടിടത്തിൽ ജയകുമാർ, ശ്രീ G അജയൻ, ശ്രീ ജയകുമാർ, ശ്രീ K ശിവദാസൻ, ശ്രീ മഠത്തിൽ മോഹനപിള്ള, ശ്രീ സൈനുരാജ്, ശ്രീമതി ദീപ്തി, ശ്രീമതി മഞ്ജു, ശ്രീ സതീഷ് അടക്കം, അതുപോലെ തന്നെ ശ്രീ സുരേഷ് ബാബു അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഈശ്വര വിശ്വാസികളെ, ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഭക്ത ജനങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ഇവിടെ ബഹുമാന്യായ സന്ധ്യ APS എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ, നമ്മുടെ തെക്കൻ കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ധാരാളമായി അവരുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്കറിയാം, ഇവിടെ ജാതി മത ഭേദമന്യേ
ലഘുവ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം, അവരുടെ സങ്കടം പറയുവാൻ കഴിയുന്ന ഒരു തിരുസന്നിധിയാണ് ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രം. നമുക്കറിയാം, കാരുണ്യവാനായ ശ്രീ കുഞ്ഞയ്യപ്പന്റെ തൃപ്പാദങ്ങളിൽ ഭക്തജനങ്ങളുടെ സങ്കടം അർപ്പിക്കുമ്പോൾ ആ സങ്കടത്തിന് നിവാരണം ഉണ്ടാകും എന്നുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഈ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് പേട്ടുതുള്ളി മകരവിളക്ക് ദിവസം ഇവിടേക്ക് എത്തുന്നത്. ചടയമംഗലം പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, ഈ പ്രദേശത്താകെയും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. നമുക്കറിയാം, ഒരു സാംസ്കാരിക സമ്മേളനം, നമ്മുടെ ക്ഷേത്രങ്ങൾ എപ്പോഴും ഒരു സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. കലയെയും സാഹിത്യത്തെയും സാഹിത്യവാസനകളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തിരുവിടങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. എന്താണ് ഹൈന്ദവ വിശ്വാസങ്ങൾ എപ്പോഴും മറ്റ് മതങ്ങളിൽ വ്യത്യസ്തമാണ്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും, ഒരു മതം എന്നുള്ള തരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ അസന്നിഗ്ധമായി പറയും ഹിന്ദുമതം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളെ വിശാലമായി ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാൻ കഴിയുന്നത്, ആ വിശാല മനസ്സ് ഹിന്ദുമതത്തിനാണ്. നമുക്കറിയാം, പലപ്പോഴും മറ്റു മതങ്ങൾ സ്വാഭാവികമായും ഒരു ദൈവത്തിൽ കേന്ദ്രീകരിച്ചാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും, അവരുടെ എല്ലാ പ്രാർത്ഥനകളും മുന്നോട്ട് പോകും. ഹിന്ദുമതം നിരവധിയായ ഈശ്വരന്റെ വിവിധ നാമങ്ങളിലുള്ള മൂർത്തി രൂപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിശ്വാസങ്ങൾ പിറന്നത്. നമ്മുടെ സംസ്കാരത്തോട്, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന അതാണ്. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമ്മുടെ വാസ്തുശില്പകലയെ പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് അനുഭവം, ഒരുപാട് അറിവ് നൽകുന്ന ഒരിടമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രസന്നിധികൾ. അതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മറ്റേത് മതത്തേക്കാളും ഈ കലയെ, സാഹിത്യത്തെ, മനുഷ്യന്റെ നല്ല വാസനകളെ എല്ലാം, ആ സാഹിത്യാഭിരുചികളെല്ലാം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. ആ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹിന്ദുമതം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വസുദൈവ കുടുംബകമാണ് നമ്മുടെ ആപ്തവാക്യം. എല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ, എല്ലാ നല്ല നന്മകളെയും ഉൾക്കൊള്ളുവാൻ ഉള്ള ശേഷി, അതിന്റെ കഴിവാണ് ഹിന്ദു മതത്തിന്, നമ്മുടെ സംസ്കാരത്തിന് ഉള്ളത്. അപ്പൊ തീർച്ചയായും ഈ സംസ്കാരങ്ങളെല്ലാം നമ്മുടെ പുതുതലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കഴിയും. ഇവിടെ ശ്രീമതി ബി സന്ധ്യ പറഞ്ഞു, ഇന്ന് സാംസ്കാരികമായ നമ്മുടെ ഒരു മൂല്യശോഷണം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രായം ചെന്നവർ അച്ഛനും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കഥ, ആ കഥകൾ രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചും കംസനെ കുറിച്ചും അർജുനെ കുറിച്ചും ദുര്യോധനെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നന്മ ഏത്, തിന്മ ഏത് എന്നുള്ള ഒരു ചിന്ത വളർന്നു വരികയാണ്. ഏറ്റവും ചെറിയ നാളിൽ തന്നെ നന്മയുടെ അംശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുവാൻ സ്വാഭാവികമായും അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ആ നന്മയുടെ അംശങ്ങളെ പുൽകുവാൻ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അതിൽ നിന്നാണ്. പലപ്പോഴും ഇപ്പോ തിരക്കുള്ള ഈ ലോകത്തിന്റെ ജീവിതത്തിൽ ഇതെല്ലാം കേൾക്കാൻ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് സമയമില്ല. പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ആർക്കും, നമ്മുടെ പലപ്പോഴും പലർക്കും യഥാർത്ഥത്തിൽ കഴിയുന്നില്ല.
അതുകൊണ്ട് ഇപ്പോ പുതുവത്സരത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ നമ്മൾ ഇന്നലെ കേട്ടു തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനി ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായ മൈതാനിയാണ്. ആ മൈതാനിയിലാണ് 14 വയസ്സുകാരനായ ഹൈസ്കൂൾ വിദ്യാർത്ഥി കയ്യിലിരുന്ന കത്തിയെടുത്ത് ഒരാളെ കൊന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോ പോലീസും സംവിധാനങ്ങളും എല്ലാം പരിശ്രമിക്കുമ്പോഴും സാംസ്കാരികമായി ശക്തീകരിച്ച, രാഷ്ട്രീയമായി ശക്തീകരിച്ച ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോരുത്. 27% നമ്മുടെ കൗമാരക്കാരിൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കൗമാരക്കാർ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള വിദ്യാർത്ഥിനികളും അടക്കം പുതിയൊരു സർവേയിൽ 27% എന്നാണ്. നമുക്കവരെ സ്വാഭാവികമായും വലിയൊരു സാംസ്കാരിക ലോകത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയണം. ഇവിടെയെല്ലാം ശാക്തീകരിക്കപ്പെട്ട ഒരു തലമുറയെ വളർത്തിയെടുത്താൽ, വളർന്നു പോയാൽ സ്വാഭാവികമായും അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും നമ്മുടെ സമൂഹത്തെയും എല്ലാം മറക്കുന്നവരായി അവർ മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനങ്ങളും നമ്മുടെ കൂട്ടായ്മകളും ഈ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ ഉൾപ്പെടെ ചേരുമ്പോൾ നമ്മുടെ കലയെയും സംസ്കാരത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് എപ്പോഴെങ്കിലും കൈവിട്ടു പോയ മൂല്യശോഷണത്തിന്റെ, മൂല്യബോധത്തിന്റെ അംശങ്ങൾ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയും. നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യം തിരികെ പിടിക്കാൻ കഴിയണം. ആ രൂപത്തിൽ ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം ഉതകട്ടെ എന്ന് മാത്രം പറഞ്ഞു. തീർച്ചയായും ഇവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ നവീകരണവുമായ ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ പറയുന്നത്. ഇവിടെ ക്ഷേത്രോപദേശക സമിതിയുടെ ഇപ്പോ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സതീശൻ അടക്കം, അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണപിള്ള അടക്കം, വിനോജും അതുപോലെ തന്നെ അജയനും അതുപോലെ ഹരിയും അടക്കമുള്ള, ശ്രീജയും അടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളും ഇവിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രോപദേശക സമിതിയുടെ പ്രവർത്തകരും എല്ലാം എന്നോട് പറയുന്നുണ്ടായി, ഇതൊന്ന് നമുക്ക് നവീകരിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു ലക്ഷ്യം മാത്രമായിരുന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം 20 ലക്ഷം രൂപയാണ് നമ്മളിവിടെ വെച്ച്. കാര്യം അതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായത്. പക്ഷെ ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാനായി ഞാനും നമ്മുടെ സഹപ്രവർത്തകരും എല്ലാം ഇവിടെ കടന്നു വരുമ്പോൾ, ക്ഷേത്രോപദേശക സമിതിയുടെ ഭാരവാഹികളും എല്ലാം കടന്നു വരുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് ഇത് പൂർണ്ണമാകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് എസ്റ്റിമേറ്റ് റിലീസ് ചെയ്തു. കൂടുതൽ ഫണ്ട് 18 ലക്ഷം രൂപ കൂടി വേണം, 38 ലക്ഷം രൂപ വേണം. പിറ്റേ ദിവസം പറഞ്ഞു. അങ്ങനെ 38 ലക്ഷം രൂപ ഇത് പരിപൂർണമായും പിന്നെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ വലിയ വെള്ളക്കെട്ട്, തൊട്ട് മുമ്പ് വെള്ളക്കെട്ടുണ്ട്. അവിടെ കുറച്ച് സമയം താമസത്തെ സംബന്ധിച്ച് നമുക്ക് ഈ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ്, സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഈ പണി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഇവിടെ ഈ വാർഡിൽ ബൈ ഇലക്ഷൻ വന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ട് എന്നതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നമുക്ക് താമസിച്ചു. എങ്കിലും ഇതിന്റെ പകുതിയോളം പണി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ബാക്കിയുള്ള പണി ഇപ്പോൾ മണ്ണിട്ട് ഇവിടെ പൊക്കി പുതുതായി കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അത് ഒന്ന് ഉറയ്ക്കണം. അപ്പോ ഉത്സവം കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി കൂടി അങ്ങേ അറ്റം വരെ പൂർത്തീകരിച്ച് നമുക്ക് അടുത്ത വർഷത്തെ ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുമ്പോൾ വളരെ സുഗമമായി ഭക്തജനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന തരത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി 3 പോസ്റ്റ് ഇവിടെ യഥാർത്ഥത്തിൽ വികാരം സൃഷ്ടിച്ച് നിന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് കൂടി ഇടപെട്ടുകൊണ്ട്, പ്രസിഡന്റ് കൂടി ഇടപെട്ടുകൊണ്ട് ആ പോസ്റ്റുകളെ പെട്ടെന്ന് മാറ്റി വളരെ നല്ല രൂപത്തിൽ ആ പണികൾ പൂർത്തീകരിക്കാൻ, ദിവസങ്ങൾക്കുള്ളിൽ പണി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായും നിങ്ങളെ പോലെ തന്നെ എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിന്റെ ഭാരവാഹികളും ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും തീർച്ചയായും അതിനുവേണ്ട എല്ലാവിധമായ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ പരിശീലനങ്ങൾ കൂടിയാണ്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അതൊന്നും മോശമായി തീരില്ല. അതുകൊണ്ടാണ് പോരടം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 47 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ അമ്പലക്കുളം നവീകരിച്ചത്. ഇപ്പൊ നമ്മുടെ കുരിയോട്ടെ ഭാരവാഹികൾ ഇവിടെ വന്നു. അതുകൂടി
ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും അതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ കുടിവെള്ള ക്ഷാമം നമ്മുടെ നേരിടുന്ന പ്രദേശത്ത് നമ്മുടെ ഈ തിക്കര ആറ് തടയണ കെട്ടി ഏതാണ്ട് 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തടയണ നിർമ്മിക്കുവാൻ ആവശ്യമായ പണം ജില്ലാ പഞ്ചായത്തിൽ മാറ്റി വെച്ചു. നമുക്കറിയാം ഫെബ്രുവരി മാസം കഴിയുമ്പോൾ നമ്മുടെ തിരുവാതിരയാണ്, കടയ്ക്കൽ തിരുവാതിര നമ്മളെല്ലാം പോകുന്നത്. ആ കടയ്ക്കൽ തിരുവാതിര നടക്കുന്ന ആ കടയ്ക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടുത്തെ വിവിധമായ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പാത ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു. തീർച്ചയായും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം എന്നുള്ള തരത്തിൽ ഈ വിശ്വാസ സമൂഹത്തിന് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് നമ്മളെല്ലാവരും എടുക്കുന്നത്. അതെല്ലാം നമുക്ക് പ്രയോജനപ്രദമായി മാറുമെന്നതിൽ സംശയമില്ല. തീർച്ചയായും അതിനെല്ലാവിധമായ ശക്തിയും നൽകുന്നത് നമുക്കെല്ലാം അതിന്റെ ശക്തി സ്രോതസ്സായി ഇതെല്ലാം നടത്താൻ ഒരു നിമിത്തം മാത്രമാണ് ജനപ്രതിനിധി. സ്വാഭാവികമായും നിങ്ങളുടെ തന്നെ പണമാണ്. ആ പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഒരു നിമിത്തമായി ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്. തീർച്ചയായും ആ സഹായത്തിന് ആ സഹകരണത്തിന് അകൈതമായ നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവിധ പുതുവത്സര ആശംസകളും അതോടൊപ്പം തന്നെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, നമ്മുടെ 2 വിശിഷ്ടാതിഥികൾക്കും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. യോഗം വളരെ വൈകി. അതുകൊണ്ട് ക്ഷേത്രോപദേശ നമ്മുടെ ഭക്തജനങ്ങളും ചേർന്ന് നമ്മുടെ വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഇപ്പോൾ നടത്തുകയാണ്. ആദ്യമായി ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ശ്രീമതി വി സന്ധ്യ IPS അവരുടെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ പ്രസിഡന്റ് രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുൻ DGP ശ്രീമതി വി സന്ധ്യ IPS അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ ചടയമംഗലത്തിന്റെ വികസന നായകൻ ശ്രീ സാങ്കേ ഡാനിയൽ അവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വി സന്ധ്യ IPS അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഡ്വക്കേറ്റ് സാങ്കേ ഡാനിയൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ ഈ യോഗത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന പ്രശസ്ത സീരിയൽ താരം ശ്രീമതി രക്ഷാരാജിന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി വി സന്ധ്യ IPS അവരെ ക്ഷണിക്കുന്നു. ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള BD സിംഗ് അവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി രക്ഷാരാജ്. സ്വാമിയെ ശരണമയ്യപ്പ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ഗുരുജനങ്ങളെ, ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്ക്
എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എനിക്ക് ഈ 2025 നല്ലൊരു തുടക്കമാണ്. കാരണം ഈ 2025 തുടക്കത്തിൽ തന്നെ ഞാൻ എന്താ പറയാ, ഒരു അമ്പലത്തിൽ നിന്നാണ്, അതും അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം. പൊതുപരിപാടി ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പം ഈ ഒരു 2025 എനിക്ക് നല്ലൊരു വർഷമായിരിക്കും. എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരു വർഷം തുടങ്ങാൻ പറ്റുകയെന്ന് പറയുന്നതിന് അപ്പുറത്തെ സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പം എൻ്റെ നാട് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള എന്നെ ഇവിടെ എത്തിച്ചതും ഒരു അനുഗ്രഹം പോലെയാണ് ഞാൻ കാണുന്നത്. അതിന് എനിക്ക് നന്ദി പറയാനുള്ളത് ഇവിടെയുള്ള അമ്മമാരും അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും, അവരോട് മാത്രമാണ് എനിക്ക് സന്തോഷം സ്നേഹം അറിയിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹവും. കാരണം ദൈവികമായ അനുഗ്രഹമില്ലാതെ ഒരു കലാകാരിക്കും ഒരു വേദിയും ഈസി ആയിട്ട് കിട്ടില്ല. അപ്പം എനിക്ക് അതിന്റെ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. എനിക്ക് അവിടെ ആധികാരികമായിട്ട് എല്ലാവരും സംസാരിച്ചു. എനിക്ക് അതിനെ പറ്റിയല്ലോ, നിങ്ങൾ എന്നെ കുറിച്ച് അറിയാനായിരിക്കുമല്ലോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ സ്റ്റേജ്, ഞാൻ കുഞ്ഞുനാളിലെ ഒരു ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. അതിന് കാരണം എൻ്റെ അമ്മയും അച്ഛനാണ്. ഞാനും ഒരു നാട്ടിൻ പുറത്ത് ജനിച്ച ആളാണ്. അപ്പൊ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്പലങ്ങളിലാണ്. എൻ്റെ നാട്ടിലെ അമ്പലങ്ങളിലെ സ്റ്റേജുകളിലാണ് ഞാൻ എൻ്റെ ഡാൻസ്, എൻ്റെ കല, എനിക്ക് എന്തിനോടാണ് ആഗ്രഹം, എന്തിനോട് താല്പര്യം എൻ്റെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ട് അവരെന്നെ ഡാൻസ് പഠിപ്പിച്ചു. അതേപോലെ എനിക്ക് തന്ന വേദികളൊക്കെ അമ്പലങ്ങളായിരുന്നു. കാരണം നാട്ടിൻ പുറത്താണല്ലോ നമുക്ക് വേദികൾ ഉണ്ടാവുക. അപ്പൊ എൻ്റെ നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം ഞാൻ സ്ഥിരം ഡാൻസ് കളിക്കാനും എല്ലാ പരിപാടികൾക്കും സ്റ്റേജുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇവരെ പോലെ ഇരുന്ന് ഞാൻ ഒരുങ്ങി പൂവും ഒക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് എൻ്റെ ഒരു അതിനു വേണ്ടിയിട്ട് അടുത്ത എൻ്റെ പേര് വിളിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഞാൻ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഒരു ആളെയാണ് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പൊ അതിന് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല ആണെന്ന് മനസ്സിലാക്കി എന്നെ കൂടെ നിന്ന് അവരുടെ പരിമിതികൾക്കനുസരിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരാണ് എന്നെ തുടക്കിട്ടത്. അവർക്ക് അതിനുള്ള ഒരു അനുഗ്രഹം കൊടുത്തതോ അല്ലെ അതിന് ആ സമയത്ത് ജില്ലകളുടെ അപ്പുറം കുറെ പല പല ജില്ലകളിലും പ്രോഗ്രാം ചെയ്യാൻ പോയി. അതുപോലെ ഞാൻ ശരിക്കും എൻ്റെ സീരിയലല്ല എൻ്റെ ഫസ്റ്റ് മേഖല. ഞാൻ സിനിമയിലായിരിക്കും, തമിഴ് സിനിമയായിരുന്നു ഞാൻ ചെയ്തത്. എനിക്ക് തമിഴ് സിനിമയിൽ നായികയായിട്ടായിരുന്നു അവസരം കിട്ടിയത്. അതിനിടയിൽ മലയാളത്തിൽ ചെറുപ്പത്തിൽ ഞാൻ 1-2 മലയാളി കലാഭമണിയുടെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ അനിയത്തിയായിട്ട് ക്യാരക്ടറായിട്ട് ചെറുപ്പത്തിൽ ചെയ്തതാണ്. അപ്പം പിന്നെ ഞാൻ തമിഴിലേക്കാണ് ചെയ്തത്. അപ്പം കോഴിക്കോട് നിന്ന് ഞാൻ ചെന്നൈയിലെത്തി, മദ്രാസിൽ ഞാൻ സിനിമ ചെയ്തു. പക്ഷെ ഞാൻ പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഓരോരോ പ്രോഗ്രാം വിളിക്കും. പക്ഷെ ഞാൻ സ്റ്റേജിൽ പോയി കഴിയുമ്പോൾ ഞാൻ സംസാരിക്കും ഇവരൊക്കെ ഏതിലാണ് അഭിനയിച്ചെന്നുള്ളത്. കാരണം നാട്ടിന്റെ അപ്പുറത്ത് പോകുമ്പോൾ, കോഴിക്കോട് വേറെ എവിടെയും പല സ്ഥലത്തുനിന്ന് പോകുമ്പോൾ ഇവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്നൊന്ന് സിനിമ ചെയ്തത് തമിഴാണ്. കാരണം എല്ലാവരും എല്ലാ സിനിമ കാണണമെന്നില്ല, അതുപോലെ തമിഴും പ്രത്യേകിച്ച്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പരിപാടിക്ക് ഞാൻ പോയില്ല. കാരണം മലയാളികൾ എന്നെ ഒന്ന് തിരിച്ചറിയുന്നു അന്നാണ് ഞാൻ ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടനമായാലും പല വേദികളിൽ എന്നെ വിളിച്ച് ഞാൻ പോകും. കാരണം അവരുടെ ചിരിയോടുകൂടി എന്നെ സ്വാഗതം ചെയ്യണം. അവരെന്നെ മനസ്സിലാക്കിയിട്ട് ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞ അവരുടെ സ്നേഹം എനിക്ക് കിട്ടണം. ഞാൻ പറഞ്ഞിട്ടല്ല, അവരായിട്ട് എന്നെ അറിയണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ എന്നെ വിളിച്ച പ്രോഗ്രാമിനൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. അപ്പം എനിക്ക് ഇപ്പം വരാൻ അസൗകര്യമുണ്ട്, ഞാൻ ഇവിടെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയായിരുന്നു. അതിനുശേഷം എനിക്ക് മലയാളികൾ എന്നെ തിരിച്ചറിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾ ഞാൻ 1-2 അതിൻ്റെ ഇടയിൽ ഞാൻ സിനിമ ചെയ്തു. പക്ഷെ അതൊന്നും നമ്മൾ മലയാളികൾ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ എനിക്കൊരു പ്രേക്ഷകരിലേക്ക് എന്നെ എത്തിച്ചത് സ്വാന്തനമാണ്. ഏഷ്യാനെറ്റിലെ ടോപ്പ് റേറ്റിംഗ് നമ്പർ 1 ട്രെൻഡിങ് ആയിരുന്ന സാന്ത്വനമാണ് എന്നെ എല്ലാ പ്രേക്ഷകരുടെ സ്നേഹവും അതുപോലെ മലയാളികൾ എവിടെയുണ്ടെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞത് ആ ഒരു സീരിയലിലൂടെയാണ്. അതിന്റെ പ്രൊഡക്ഷൻ നല്ലൊരു പ്രൊഡക്ഷനിലായിരുന്നു എനിക്ക് തുടക്കം. അന്ന് മുതലാണ് ഞാൻ കാര്യമായിട്ട് എല്ലാ വേദികളും എന്നെ വിളിക്കുന്ന വേദികളൊക്കെ പോകും. കാരണം അത്ര സ്നേഹവും അത്ര രീതിയിലാണ് എനിക്ക്
എന്നെ സ്നേഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പോലുള്ള പല ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് തീരുമാനം എടുക്കും. അത് നടക്കുമെന്നറിയില്ല, പക്ഷെ ഞാൻ ദൈവത്തിനോട് പറയും, ദൈവമേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ തീരുമാനം എടുത്തത്, അത് ദൈവമായിട്ട് എനിക്ക് സാധിച്ചു തരണം, ഞാൻ കാത്തിരിക്കാം. അതിനിടയിൽ എഫേർട്ട് ഞാൻ എടുക്കും അതിനുവേണ്ടി. അതുപോലെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ തവണ എനിക്ക് ദൈവം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്പലം എന്ന് പറയുന്നത് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഒരു കലാകാരിക്ക് ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പലതും നമുക്ക് നേടാൻ പറ്റും. പക്ഷെ നമുക്കൊരു ഭാഗ്യം കൂടെ വേണം. ഒരു അവസരങ്ങളിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവിടെ എത്തിപ്പെടാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ അമ്മയെ, എന്നെ കുഞ്ഞുനാൾ എൻ്റെ എല്ലാ കാര്യം എൻ്റെ അമ്മ നോക്കി. അതിനുശേഷം എൻ്റെ അമ്മ കോഴിക്കോട് ജില്ല മാത്രം കണ്ട എൻ്റെ അമ്മേനെ ഞാൻ എല്ലാ ജില്ലകളും എല്ലാ സ്ഥലം അമ്മ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടത്തി കൊടുത്തു. ട്രെയിൻ ഫസ്റ്റ് ക്ലാസ് AC, ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ എന്തൊക്കെ ആഗ്രഹമാണോ അതെല്ലാം ഞാൻ നിറവേറ്റി കൊടുത്തു. അത് കാരണം വെച്ചാൽ എന്നെ വളർത്തിയത്, എന്നെ സപ്പോർട്ട്, എന്നെ ഈ ഒരു നിലയിലാക്കിയത് എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്. അപ്പൊ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. നിങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സമാധാനം, സന്തോഷമായിട്ടൊരു ജോലി ചെയ്യാം. നമുക്ക് ഏതിലാണോ സന്തോഷം കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക അമ്മമാര്. അതുപോലെ ആ കുട്ടികൾ തിരിച്ചും അമ്മമാരെ അതുപോലെ സ്നേഹിക്കുക. കാരണം ആ കുട്ടികളെ ഇത്രയും വലുതാക്കിയ അമ്മമാരാണ്. അപ്പൊ അമ്മമാരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണം. ഞാൻ അതുകൊണ്ട് പറയാൻ കാരണം, ഞാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എൻ്റെ അമ്മയെ ഓരോരോ കാര്യങ്ങൾ, അമ്മ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കും. അമ്മയുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനിപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഇതിൽ ആഗ്രഹിക്കാറുള്ളൂ. ദൈവത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് മനസ്സമാധാനം വേണം, എനിക്ക് ആരോഗ്യം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. അപ്പൊ അതേപോലെ നമ്മൾക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, നമ്മുടെ മനസ്സമാധാനം, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുക. ഒരു ദിവസമെങ്കിലും നമ്മൾ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുക, ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവർക്കും കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത്. കാരണം ബാക്കിയൊക്കെ ദൈവം നമുക്ക് തന്നോളും. അതുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം എനിക്ക് എല്ലാം നിമിത്തമായിട്ട് വരാറുണ്ട്. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോയത് എൻ്റെ ഞാൻ ചെയ്യുന്ന ജോലിയിൽ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഞാൻ പോകാത്ത സ്ഥലങ്ങളിൽ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാൻ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണം ഇന്ത്യയുടെ ഫീൽഡാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, നിങ്ങളിലും പല ആൾക്കാർക്കും ഒരുപാട് വളർച്ചയുണ്ടാവും. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ. കാരണം നമ്മൾ ഒരിക്കലും ലൈഫിൽ റിഗ്രറ്റ് ഉണ്ടാവരുത്. അതേപോലെ നിങ്ങൾ നന്നായി സന്തോഷം കിട്ടുന്ന ഏത് ഇപ്പൊ നമ്മൾ ചെറുതെന്ന് കാണുന്നല്ല, അത് നിങ്ങൾ സന്തോഷം കിട്ടാൻ അത് ചെയ്യണം. ഞാൻ ഏറ്റവും സന്തോഷിച്ച് ചെയ്യുന്ന ജോലിയാണ് അഭിനയം, ഡാൻസ്. ഞാൻ ഇപ്പൊ അഭിനയമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അഭിനയം ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന ജോലിയാണ്. ആ സന്തോഷമുള്ള ജോലിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനമായാലും അതിന് എത്ര മഹത്വമുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്ക് ദൈവികമായ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ചടയമംഗലം, ഈ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ചടയമംഗലത്ത് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ 2025 തുടക്കം 2-ാം തീയതി തന്നെ ഈ ഒരു ഇതിലേക്ക് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം അമ്പലത്തിൽ നിന്ന് തുടങ്ങുക, അതും അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ശബരിമലയിൽ ഇനി പോകണമെങ്കിൽ പ്രായമാവണം. ഇപ്പൊ ഞങ്ങൾക്ക് ഇനി പ്രായമായിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു നിമിഷത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം, അതും അത്ര ഗംഭീരമായിട്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടെ കൊണ്ടുനടക്കുന്ന നല്ലൊരു ക്ഷേത്രം, അമ്മമാർക്ക് സ്ത്രീകൾക്ക് കയറിയിട്ട് തൊഴാൻ പറ്റുന്ന നമുക്ക് ശബരിമല ആ ഒരു ഫീൽ, ആ ഒരു ഇത് നമുക്ക് ഈ ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് തൊഴണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ഇവിടെ എത്തിയത്. എനിക്ക് തൊഴാൻ പറ്റി, അയ്യപ്പനെ കാണാൻ പറ്റി. അപ്പൊ അത് കോഴിക്കോട് നിന്ന് എനിക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് നിങ്ങളെ അമ്മമാര് കാരണമാണ്. അപ്പൊ ഞാൻ എല്ലാവരോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഒരുപാട് നന്ദി. ചടയമംഗലത്തിൽ ഈ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എന്നെ വിളിച്ച ഈ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു.
അതുപോലെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. എന്റെ തുടർന്നുള്ള മേഖലയിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എനിക്ക് കിട്ടുന്ന ഓരോ വേദികളും, അതേപോലെ എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ഒക്കെ. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കുറെ പറയണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒക്കെ പോയി. ഇതിന് ഞാൻ കൂടുതലായി പോയൊരു സംശയമുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താണ് എനിക്ക് കുറെ പറയാനുണ്ടായിരുന്നു. പിന്നെ കുറെ പോയി. പിന്നെ ഇപ്പം ഞാൻ കുറെ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, ഞാൻ 5 മണിക്ക് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ 10 മണീന്റെ ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇടയിൽ ഇത് ഫുൾ കഴിഞ്ഞിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്പലമായതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ എത്ര സമയം ഇരുന്നാലും എനിക്ക് സന്തോഷമാണ്. കാരണം അതിന്റെ ഒരു പോസിറ്റീവ് നമുക്ക് എവിടെയും കിട്ടത്തില്ല. അവിടെ എല്ലാ ആൾക്കാരും നല്ല മനസ്സോടുകൂടെ രീതിയിൽ, നല്ല ഐശ്വര്യത്തോടു കൂടെ വരുന്ന എല്ലാവരുള്ള പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അത്രത്തോളം അനുഗ്രഹമാണ് അമ്പലത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8 മണി 9 മണി ആവുമ്പോൾ എന്തെങ്കിലും കഴിയും. 8 മണിയാകുമ്പോൾ എന്തായാലും കഴിയുമെന്ന് എനിക്കറിയാം. വീണ്ടും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടിക്കറ്റ് 10 മണിക്ക് ബുക്ക് ചെയ്തത്. അപ്പൊ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ പോകും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്കായി പോയാണ്. ഇതിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഇതുവരെ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി. അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. സ്വാമി ശരണമയ്യം. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ശ്രീ. ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ കെ രാധാകൃഷ്ണപിള്ള അവർ, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ, ഭദ്രദീപ പ്രകാശനം നടത്തി ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ള ശ്രീമതി ബി സന്ധ്യ IPS മുൻ IPS ഉദ്യോഗസ്ഥ, അതുപോലെ തന്നെ കുഞ്ഞയ്യപ്പ ക്ഷേത്രം റോഡ് നവീകരണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 38 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരി വി നായർ അവർ, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഏറെ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ബഹുമാന്യരെ, നമ്മുടെ ജാതി മത ഭേദമന്യേ ചടയമംഗലത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു കൊണ്ടാടുന്ന നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം എല്ലാ വർഷവും വളരെ ഭംഗിയായാണ് എല്ലാവരും കൊണ്ടാടുന്നത്. നേരത്തെ ഇവിടെ ബഹുമാന്യമായിട്ടുള്ള നമ്മുടെ മുൻ DGP പറഞ്ഞതുപോലെ ഏറെ കൂടുതലും നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വനിതകളാണ്. നമ്മൾ വനിതകളും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ വളരെ ലളിതമായി ഒരു സംസാര രൂപേണ ബഹുമാനിയായിട്ടുള്ള മുൻ DGP ഇവിടെ അവതരിപ്പിച്ചു. അതെല്ലാം നല്ല വാക്കുകളായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെങ്കിലും ഇതുപോലുള്ള വൃദ്ധരെ അനാഥാലയത്തിൽ കൊണ്ടാക്കുന്ന ഒരു പ്രവണത ഇല്ലാതെ വരട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു മനസ്സോടുകൂടി വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം നമുക്കറിയാം. നമ്മുടെ ഇവിടുത്തെ ആട്ടോ തൊഴിലാളികളായാലും ടാക്സി ഡ്രൈവർമാരായാലും നമ്മുടെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും വളരെ സന്തോഷത്തോടുകൂടി കാത്തിരുന്നാണ് ഓരോ വർഷവും ഈ മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നത്. അതിപ്രാവശ്യവും വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടിച്ചേർന്ന് ആഘോഷിക്കാൻ കഴിയുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, എനിക്ക് ഓർമ്മയുണ്ട് ഇതുപോലുള്ള ഒരു ഫംഗ്ഷനിൽ വന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഒരു ജനപ്രതിനിധി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപ്പിലാക്കുമെന്ന ബോധത്തോടുകൂടി ഈ മകരവിളക്ക് മഹോത്സവത്തിനോട് മുമ്പ് തന്നെ ആ പ്രവൃത്തി തുടങ്ങണമെന്ന് വളരെ കാര്യക്ഷമമായി തീരുമാനിക്കുകയും അതിന് മുൻകൈ പ്രവർത്തനം എടുത്ത്
ഈ 38 ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരികയും ഒരുപാട് ജനങ്ങൾ നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവത്തില് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നു വരുന്നതിന് വേണ്ടിയുള്ള സഞ്ചാരയോഗ്യമായ പാത നിർമ്മിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ച ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റിനെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നതിനോടൊപ്പം ഇവിടെ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും നല്ല ഒരു മകരവിളക്ക് ആഘോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാതെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും 2025 എല്ലാവർക്കും നല്ല ഒരു തുടക്കമാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹദീബിയ. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണപിള്ള, വേദിയിലും ഉള്ള ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംഗ്യ ഡാനിയൽ, ഇവിടെ സംസാരിച്ച് കടന്നുപോയ ശ്രീമതി ബി സന്ധ്യ IPS, ശ്രീമതി രക്ഷാരാജ്, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാന്യ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാരുള്ള സഹോദരി സഹോദരന്മാർ, ദീർഘമായി ഒരു വർത്തമാനത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മകരവിളക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ എന്റെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും ഒരു പൊതുവികാരമാണ്. ചടയമംഗലത്തെ ജനതയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഓണത്തെക്കാളേറെ ആഘോഷപൂർവമായി കാത്തിരുന്നു കൊണ്ടാടുന്നത് മകരവിളക്ക് മഹോത്സവമാണ്. മകരവിളക്കിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് ഒരു ജാതി മത ഭേദമന്യേ വർണ്ണവ്യത്യാസമില്ലാതെ ആചരിക്കുന്ന ചടയമംഗലത്തെ ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ചടയമംഗലത്തെ മതേതര ചിന്തയുടെ പ്രതീകം കൂടിയായി എപ്പോഴും നിലനിൽക്കുന്നത് കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ മകരവിളക്കാണ്. ആ മകരവിളക്കിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ സി ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ഉഷ ബോസ്, ശ്രീ ജയ് ബിന്ദു എന്നിവർ സമയം കുറവുകൊണ്ട് സംസാരിക്കില്ല എന്ന് പറയുകയുണ്ടായി. ഒറ്റ വാക്കിൽ ആശംസ നേരുന്നതിനായി നമ്മുടെ കെട്ടിടത്തിൽ ശ്രീകുമാർ, കോൺഗ്രസിന്റെ ചടയമംഗലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവം നടക്കുന്ന സന്നിധിയാണ് കുഞ്ഞയ്യപ്പന്റെ സന്നിധി. തത്വമസി എന്ന് പറയുന്ന തത്വം പൂർണ്ണമായി അവലംബിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും ഇവിടെ വളരെ കാര്യക്ഷമമായിട്ടാണ് നടക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ യാദൃച്ഛികമായിട്ടാണ് എനിക്കിവിടെ കുഞ്ഞയ്യപ്പ സ്വാമിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഇപ്പോൾ എത്താൻ ഭാഗ്യമുണ്ടായത്. അതിന് ഞാൻ എന്റെ കാരണഭൂതനായ ശ്രീ മഹാലക്ഷ്മി ഭഗവാനോടും കുഞ്ഞയ്യപ്പ സ്വാമിയോടും അങ്ങേയറ്റം കൃതാർത്ഥത നേരുന്നു. അതിന് ഞാൻ അത്രേ ധന്യവാനാണ്. എല്ലാവർക്കും ഈ ഉത്സവാശംസ. വരുന്ന ഉത്സവം വളരെ ഗംഭീരമായി നന്നായിട്ട് നമ്മുടെ നാടിന്റെ കരുണയുടെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മാറട്ടെ. അതിലൂടെ നമ്മുടെ നാട് സാംസ്കാരികമായ ഉന്നതിയിൽ ഉയരട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യ. നന്ദി രേഖപ്പെടുത്തുന്നതിനായി ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീമതി മഞ്ജു എല്ല് സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാംഗ്യ ഡാനിയൽ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പ്രമുഖരെ, നമ്മുടെ നാടിന്റെ ദേശീയ ഉത്സവമാണ് മകരവിളക്ക്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തി വിജയിപ്പിക്കാനെത്തിയ മുഴുവൻ പേർക്കും ക്ഷേത്രോപദേശ സമിതിയിലുള്ള നന്ദി അറിയിക്കുന്നു. ചടയമംഗലം സാംസ്കാരിക കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം പരിപൂർണമാകും. ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യവും
ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. പാട്ടപ്പുരയ്ക്കൽ ശ്രീ കുഞ്ഞേപ്പസ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം